ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീനഗറിലേക്കുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രാ വിവരണം ഞാൻ എഴുതിയിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എഴുതിയിടുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പല ആളുകളും അത് വായിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് എൻ്റെ യാത്രാ വിവരണം ഇടുകയാണ്. ഞാൻ അമർനാഥിലേക്കുള്ള യാത്രയിലാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റിന് എത്തും. ഇന്ന് വൈകുന്നേരം ഒരു 3:30 കൂടിയിട്ട് ശ്രീനഗറിലെത്തും. ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് 8-ാം തീയതി. എൻ്റെ ഫ്ലൈറ്റ് ഇവിടുന്ന് ഏകദേശം 1 മണിയാകുമ്പോഴാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ശ്രീനഗറിൽ ചെന്നിട്ട് പിന്നീട് അവിടെ നിന്നാണ് അമർനാഥിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഈ യാത്രാ വിവരണം മുഴുവൻ ഒന്ന് ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളിപ്പോൾ ഷോർട്സിൻ്റെയും ചെറിയ വീഡിയോസിൻ്റെയും ഒക്കെ കാലഘട്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എഴുതിയിട്ടാൽ അധികം ആളുകളൊന്നും വായിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ഇടാം. ഇതുപോലെ ഷോർട്ട് വീഡിയോസ് എൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആളുകൾ അമർനാഥ് യാത്ര ഒന്ന് കാണാം. എല്ലാവർക്കും അത് ഷെയർ ചെയ്യാം. അതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ അതൊരു മാർഗമായിരിക്കാം. അപ്പോൾ അമർനാഥിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ എടുക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്നൊരു പാസ് കിട്ടും. ഈ പാസ് ഇഷ്യൂ ചെയ്ത പാസ് നമ്മൾ ഇനിയിപ്പോൾ ജമ്മുവിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് വേറൊരു പാസ് കൂടി എടുക്കാനുണ്ട്. അതും എടുത്തതിന് ശേഷമാണ് അങ്ങോട്ടുള്ള യാത്ര നടത്താനായിട്ട് സാധിക്കുള്ളൂ, തീർത്ഥാടനം നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ യാത്രയുടെ കൂടുതൽ വിവരങ്ങളെല്ലാം അടുത്ത വീഡിയോസിൽ ഞാൻ ഇടാം. കാണാൻ താല്പര്യമുള്ളവർ കാണുക. അതോടൊപ്പം തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ അത്ര വലിയ നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയൊന്നുമില്ല, എൻ്റെ മൊബൈലിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം. കഴിയുന്ന നല്ലധികം ഫൂട്ടേജസ് എടുക്കാൻ ശ്രമിക്കാം. സോ സൈനിങ് ഓഫ് ഫോർ നൗ.